ദൈവം അനുകൂലമായി മാറണമെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമായി വരണമെങ്കിൽ ദൈവാത്മാവ് നമ്മുടെ മേൽ കർത്തൃത്വം നടത്താം. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുമ്പോഴാണ് അത്ഭുതങ്ങളെ നമ്മൾ കാണുവാൻ തുടങ്ങുന്നത്. വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഈ കർത്തൃത്വം എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്? ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അവിടെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ദൈവം എന്തു പറഞ്ഞു? അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശി. എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? വാഗ്ദത്തത്തിന്റെ അവകാശികൾ നമുക്കെല്ലാം ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഇവിടെ പറയുന്ന വാക്ക് വേണം. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന്. ദൈവം പറഞ്ഞത് ആരും മാറുന്നില്ല, ദൈവം മാറ്റത്തില്ല. ദൈവം പറഞ്ഞ ആലോചന. അപ്പൊ ആത്മാവിന് അറിയുന്നുണ്ടോ ആര് പറഞ്ഞ ആലോചനയാ? ദൈവം നമ്മളോട് പറഞ്ഞൊരു വാഗ്ദത്തം പറഞ്ഞു. ഈ വാഗ്ദത്തം നമ്മുടെ മേൽ റിലീസ് ചെയ്യാതിരിപ്പുണ്ടെങ്കിൽ കാരണക്കാരൻ ദൈവമാണോ? ദൈവം മാറത്തൊന്നുമില്ല. ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നീ വരണം. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് നീ കാണണം. പുറത്തു നല്ല മഴ പെയ്യാണേ, ഇതിനകത്തിരുന്ന മഴയുടെ അനുഭവം കിട്ടുമോ? ആ മഴയുടെ കുളിര് കിട്ടുമോ? ആ മഴയുടെ നനവ് കിട്ടുമോ? എവിടെ ഇറങ്ങണം? കുടയും ചൂടി ഇറങ്ങിയിട്ടും കാര്യമില്ല. എവിടെ ഇറങ്ങിച്ചെല്ലണം? മഴയത്ത് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് മഴയുടെ അനുഭവം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ദൈവം പറയാ. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന്. അത് ആ ദൈവത്തിന്റെ ആലോചന എന്തില്ല? മാറാത്തതെന്ന് കാണിപ്പാൻ ഇച്ഛിച്ച് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞ വാഗ്ദത്തം നിങ്ങൾക്ക് തരുവാൻ ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. എന്നിട്ട് സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ചു ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം. ദൈവത്തിനടുത്തേക്ക് ഓടി വന്ന എന്തിനാ? ശരണത്തിനാ അല്ലേ? ആണോ? പ്രതിസന്ധി വന്നു, രോഗം വന്നു, കടവാരം വന്നു, പ്രശ്നമായി, വഴികൾ അടഞ്ഞു, എല്ലാ വഴികളും അടഞ്ഞു. ഇന്നലെ ആരൊക്കെയോ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അവർ നമ്മളെക്കാൾ മുന്നേ ഓടിമാറി. ഇന്ന് നമ്മളെ കണ്ടാ തിരിച്ചറിയത്തില്ല. പിന്നെ സഹോദരന്മാർ ഇടയിൽ വന്നപ്പോഴാണ് പ്രൈസ് ദി ലോർഡ് കേൾക്കാൻ തുടങ്ങിയേ. ഇന്നലെ കേൾക്കേണ്ട പല ശബ്ദവും കേട്ടില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പുരോഹിതന്മാരോ ലേവ്യനോ ആ വഴിയായി വന്നു, അവർ അതിലെ കടന്നുപോയി. ഒരു നല്ല ശമരിയൻ വന്നു. ഇന്ന് ആ നല്ല ശമരിയന്റെ അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്നത് അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്കു പറവാൻ കഴിയാത്തതുമായ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. അപ്പൊ നമ്മൾ ഓടി വന്ന ആരുടെ അടുത്ത് ശരണം പ്രാപിച്ചു? ദൈവത്തിന്റെ അരികിൽ. ഈ ദൈവം വാക്കുമാറുന്നവനല്ല, ഈ ദൈവം ഉപേക്ഷിക്കുന്നവനുമല്ല. ഇതിന്റെ 19-ാമത്തെ വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ നമുക്ക് ഇവിടെ ബൈബിളിനകത്ത് അടിവര ഇട്ടോണം. നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കുരം തന്നെ. ആ പ്രത്യാശ ആരുടെ അടുത്താ നിങ്ങൾ ഓടി വന്നിരിക്കുന്നേ? ദൈവത്തിന്റെ അടുത്താ വന്നിരിക്കുന്നേ. അപ്പൊ ദൈവം ഈ വാഗ്ദത്തങ്ങളിൽ നിങ്ങളെ എത്തിക്കണമെങ്കിൽ ഇച്ചിരി ടഫാണ്,
ഈ വാഗ്ദത്തങ്ങളിൽ ഇവിടെ പറയുന്ന വാക്ക്, ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ എവിടുന്നാൽ? ആത്മാവിനാൽ. അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് എങ്ങനെ വരത്തുള്ളൂ? ആത്മാവിനാൽ. പിടികിട്ടുന്നോ? ദൈവം ആത്മാവിൽ നമ്മളോട് പ്രവർത്തിക്കും. ഇവിടെ പറയുന്നു ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. നങ്കൂരം ഉറപ്പ്, അകത്ത് ഉറപ്പ് വന്നു. എന്നിട്ട് അത് നിശ്ചയവും സ്ഥിരവും അത് നിശ്ചയമാണ്, സ്ഥിരമാണ്, തിരശീലക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അത് തിരശീലക്കകത്തേക്ക്. എവിടേക്ക്? അകത്തേക്ക്. ആത്മാവ് എവിടെയാ സ്ഥിതി ചെയ്യുന്നേ? ഹലോ, നമ്മൾ കണ്ടേക്കുന്ന ആത്മാവുള്ളവരെ കണ്ടേക്കുന്ന എങ്ങനാ? വേഷത്തിലെ കണ്ടേക്കുന്നത്. ഈ വേഷത്തിലെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ സഭയ്ക്ക് വേഷത്തിന് പ്രാധാന്യം കൊടുക്കാത്തത്. ഞാൻ വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കാത്തതിന്റെ കാരണം ഞാൻ കണ്ട സാധനം അകത്താ, പുറത്തല്ല. പുറമേ കാണിക്കുന്ന ഒന്നുമല്ല, അകമേ കാണിക്കുന്ന കാര്യം. അകത്തൊരു മനുഷ്യൻ വരുക, അകത്തെ മനുഷ്യൻ അത് ശക്തി പ്രാപിച്ചിട്ട് നിന്റെ വിളിയാലുള്ള ആശയം എന്നതാണ് അത് വെളിപ്പെടുത്തി തരും. അമീ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്ന. അപ്പൊ ഈ ആത്മാവ് എവിടെ വരുന്നു പറഞ്ഞു? നങ്കൂരം. നിശ്ചയം, സ്ഥിരവും തിരശീലയ്ക്ക് അകത്ത് കടന്നതുമാകുന്നു. എന്നിട്ട് പറയും 20ാമത്തെ വാക്യമോ, അവിടേക്ക് അവിടേക്ക് ഈ തിരശീലയ്ക്ക് അകത്തേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. എവിടെ പ്രവേശിച്ചു കഴിഞ്ഞു? തിരശീലയ്ക്കകത്ത് വന്നു. ആര് പ്രവേശിച്ചു കഴിഞ്ഞു? മഹാപുരോഹിതൻ പ്രവേശിച്ചു. എങ്ങനെ? ആത്മാവിനാൽ. അകത്തേക്ക് ആത്മാവിനെ പ്രവേശിച്ചു. അപ്പോസ്തല പ്രവൃത്തി എടുത്തു, 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. തിരശീലയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നു. 6-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ചു. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും. ഇത് അകത്തേക്ക് വരുമ്പോ എന്നാ വരും? കൃപ വരും, ശക്തി വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ ശക്തി വരും, അല്ലേ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ എന്ത് വരും പറഞ്ഞേ? ശക്തി വരും. ഇവിടെ പറയുക അനന്തരം. അപ്പോ ആത്മാവ് എവിടേക്ക് വന്നു? അകത്തേക്ക് വന്നു. ഇവിടെ പറയും അനന്തര സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും. അപ്പൊ നോക്കിയേ, അകത്ത് വന്നാൽ, പുറത്ത് വന്നതല്ല. പുറത്ത് വരുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അകത്ത് വന്നാൽ ശക്തി വരും. എന്നിട്ടോ ഇവിടെ പറയുക കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ആരകത്ത് വന്നപ്പോ കണ്ടോ? യേശു കർത്താവ് എന്ന മഹാപുരോഹിതൻ എവിടേക്ക് വന്നു? എന്റെ ഉള്ളത്തിലേക്ക് വന്നു. എന്നിട്ട് പറയുക 9-ാമത്തെ വാക്യം, ലിബർത്തീനാർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനേക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്യ, ആസ്യ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിക്കാൻ തുടങ്ങി. 10-ാമത്തെ വാക്യം, എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് എതിർപ്പ് നിൽപ്പാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ വലിയ ആത്മാവ് വന്നില്ലേ? പരീശന്മാർ ചോദിക്കുന്നു, ഇവൻ ഒരു ആശാരി ചെറുക്കനല്ലേ? ഇവൻ മറിയയുടെ മകനല്ലേ? ഇവൻ എവിടെ നിന്നാ ഈ ജ്ഞാനം? ഇന്നകത്ത് നിങ്ങളുടെ എഴുതി വെച്ചോളാം. അകത്ത് ഈ പരിശുദ്ധാത്മാവ് വന്നാൽ, ഈ പരിശുദ്ധാത്മ ശക്തി വന്നാൽ ഇന്ന് കാണാത്ത ചിലത് ദൈവം തമ്പുരാൻ തുറക്കാൻ തുടങ്ങും. നീ കാണാത്ത യേശുവിന്റെ മഹാപുരോഹിതൻ നിന്റെ ഉള്ളത്തിൽ വന്ന തിരശീല നീങ്ങി അകത്തു വരുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ എഴുതൂ, നിന്റെ മേൽ ദൈവം പകരുന്ന ശക്തി എന്നാണ് ഈ നാളുകളിൽ വെളിപ്പെടാൻ തുടങ്ങും. ആത്മാവ് ഒരുവന്റെ മേൽ പകരപ്പെടുവാൻ തുടങ്ങിയ യേശുവിന്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവ് വരുന്ന നിനക്കുള്ള ജ്ഞാന സ്വർഗം തരാൻ പോകുക. നിനക്ക്
നിനക്കുള്ള കൃപ ദൈവം തരാൻ പോകുക, നിനക്കുള്ള പ്രവൃത്തി പരിശുദ്ധാത്മാവ് തരാൻ പോകുക. അതുകൊണ്ട് ബൈബിൾ പറയുന്ന ദൈവം എനിക്ക് അനുകൂലമാണ്. ഓ, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഓ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്തറിയണം, നിനക്ക് വേണ്ടിയുള്ള കരുതലുകൾ ദൈവം തമ്പുരാൻ തകർത്തും. അതുകൊണ്ടാണ് ആത്മാവിന്റെ നിറവ് പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നപ്പോ യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. മത്തായിയുടെ സുവിശേഷം 4:4 വായിച്ചു നോക്കൂ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. 4:4. അതിനവൻ പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇന്ന് പകലിൽ അറിയണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മ ദൈവവചനം എന്റെ അകത്ത് ക്രിയ ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോ മനുഷ്യന്റെ പ്രാപ്തിക്കപ്പുറേ ദൈവത്തിന്റെ പ്രവൃത്തി എന്നെ വെളിപ്പെടാൻ തുടങ്ങും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ആത്മാവ്, ഓ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ആത്മാവ് എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം, അത് വെറുതെ മടങ്ങി വരുന്ന വചനമല്ല, അത് കാര്യം സാധിപ്പിക്കുന്ന വചനമാ. വചനം ജഡമായി തീർന്നതാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്ത് തിരിച്ചറിയണം. അവൻ യേശു പറയുക, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിക്കൂടുന്ന വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നത്. ഇന്ന് പകൽക്കാലം പറയണം, ഈ വചനം എന്റെ അകത്ത് ജഡമായി തീർന്നിട്ടുണ്ട്. ഓ, എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയണം, ഈ ആത്മാവിന്റെ അകത്ത്, തിരശ്ശീലയ്ക്കകത്ത് എനിക്കൊരു മഹാപുരോഹിതനുണ്ട്. ഓ, ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞു, എന്റെ ബലഹീനതയിൽ ഹല്ലേലൂയ എനിക്ക് അവൻ തുണയായിരിക്കും. അമ്മേ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ബലഹീനന, പക്ഷേ എന്റെ കൂടെ ഇരിക്കുന്നവൻ ബലവാനാ. ഹല്ലേലൂയ. ഞാൻ വീണ് പോകാവുന്നവനാണ്. ഒരു നിലകരക്കാരൻ പറയാ, ഞാൻ വീണ് പോകും, പക്ഷേ വീണ് കിടക്കാൻ അവൻ അനുവദിക്കാത്തവനാ. ഞാൻ തകർന്നു പോകാവുന്നവനാ, പക്ഷെ തകർന്നിരിക്കാൻ അവൻ അനുവദിക്കാത്തവനാ. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് ദൈവസഭ വിളിച്ചു പറയണം, ഞാൻ വീണ് പോയെന്നും പറഞ്ഞ് സന്തോഷിക്കല്ലേ കേട്ടോ. ഞാൻ വീണടുത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവശക്തി എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിനകത്തറിയണം. അവൻ നാട്ടുകാർ പറയാൻ തുടങ്ങി, ഓ, അവന്റെ കാര്യം പോക്കാ കേട്ടോ, അവൻ വീണുപോയി, ഇനി രക്ഷപ്പെടത്തില്ല. പറയാൻ വരട്ടെ ബ്രദറെ, പറയാൻ വരട്ടെ, നീ പ്രവചിക്കാൻ വരട്ടെ, ഞാൻ എഴുന്നേൽക്കുന്നവനാ. ഹല്ലേലൂയ. യേശു ക്രൂശുമായി വീണപ്പോ അവൻ ജനം പറഞ്ഞു തീരാൻ പോകുക. യേശുവിനെ ക്രൂശിൽ തലച്ചവൻ പറഞ്ഞു, ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുകയെന്ന്. അവിടെ കൊണ്ട് അവസാനിക്കുകയല്ലായിരുന്നു, അവിടെ കൊണ്ട് തുടക്കാൻ പോകുക. ഒരു 3-ാം ദിവസം ഉണ്ടെങ്കിൽ അതൊരു ഉയർപ്പിൻ്റെതാണെങ്കിൽ ഇന്ന് പകൽ എഴുതി വെച്ചോ, നിന്റെ മേൽ പകരപ്പെടുന്നത് ആമി മഹാപുരോഹിതന്റെ മേൽ പകരപ്പെട്ട ദൈവശക്തി എന്ന്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അറിയണം കേട്ടോ, ആമേ, ദൈവത്തിന്റെ കരുതൽ വലുതാണെങ്കിൽ അത് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും. ആമേ, ഈ ആത്മാവിനെ ഞാൻ കൊണ്ടുവരാൻ പോകുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം അവന്റെ 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ഓ, ഇന്നാരെന്ന ജനിച്ചത്. ഓ, ഇന്നത്ര പേര് ധൈര്യത്തോടെ പറയും, ഞാൻ നിൽക്കുന്നത് ദൈവത്തിൽ നിന്ന്. ഹല്ലേലൂയ. വീണ്ടും ജനിക്ക ദൈവ പൈതൽ പറയണം, ഞാൻ ജനിച്ചത് ആമേ ദൈവത്തിൽ നിന്ന്. ആമേ മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, ഹല്ലേലൂയ, എന്ന് പറഞ്ഞ പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ഞാൻ ജനിച്ചത് ദൈവത്തിന്റെ ഇഷ്ടത്താലാ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, യേശുവിനെ കുറിച്ച് പറയുന്നു, വചനം എന്തായി തീർന്നു? വചനം ജഡമായി തീർന്നു. ഓ, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഞങ്ങൾ കണ്ടത്, യേശുവിനെ കണ്ടത് പിതാവിന്റെ തേജസ്സുള്ളവനായിട്ടാണ് കണ്ടത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനകത്തറിയണം, നിങ്ങളുടെ മേൽ യേശുവിന്റെ മേൽ പകരപ്പെട്ട ഒരു പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ, യേശു പറഞ്ഞു ഞാനും പിതാവും ഒന്നാണെങ്കിൽ, ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ ഞാനും യേശു ഒന്നാ. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാനുണ്ട്? യേശുവിന്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്. അവൻ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനാ യേശുവിടെ വന്നെങ്കിൽ, ഇന്ന് പകൽ ധൈര്യത്തോടെ പറഞ്ഞ ബന്ധനങ്ങളെ അഴിപ്പാൻ എന്റെ മേലൊരു കൃപയുണ്ട്. ഓ, വിശ്വസിക്കുന്നവർക്ക്
പകൽക്കാലമായി യേശുവിന്റെ നാമത്തിൽ ഞാൻ രോഗിയായി ഇരിക്കുവാനല്ല, ഞാൻ പ്രതികൂലത്തിൽ ഇരിക്കുവാനല്ല, പ്രശ്നത്തിൽ ഇരിക്കുവാനല്ല, അതിന്റെ മധ്യത്തിൽ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവ ശക്തിയുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പറയുന്നു യേശുവിന്റെ തേജസ്സിനെ കുറിച്ചുകൊണ്ട്, അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ് വെളിപ്പെട്ടു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കണമെന്നില്ല, അറുമാതി 1-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ തേജസ് ഉദിച്ചിരിക്കുന്നതിനാൽ നീ ഇനി ഇരിക്കുവാനല്ല, നീ എഴുന്നേൽക്കേണ്ട സമയമായി. അഭിഷേകം നിന്റെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രതികൂലമാണെന്നല്ല പറയുന്നത്, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്നുണ്ട് എഴുന്നേൽക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. അഭിഷേകം ഒരുവന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങിയ പിശാച് അടങ്ങിയിരിക്കത്തില്ല. നിന്നെ ബന്ധിക്കുന്നതിനെ കുറിച്ച് പിശാച് ചിന്തിക്കാം. ഇന്ന് പകൽക്കാലം പറയണം, നീ വീണ് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. നിന്നെ നോക്കിക്കൊണ്ട് ദേശക്കാര് പറയുന്നതല്ല ഞാൻ പറയുന്നത്, അവൻ നിന്നെ നോക്കിക്കൊണ്ട് നാട്ടുകാർ പറയുന്നതല്ല ഞാൻ ഈ പറയുന്നത്. നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം. ഉദിച്ചുയർന്ന ചന്ദ്രനെ നോക്കിക്കൊണ്ട് വേട്ടുനായികൾ കുരച്ചോണ്ടിരിക്കുന്ന പോലെ അവിടെ ഇവിടെ നിന്ന് കുരച്ചോണ്ടിരിക്കുന്നവരുണ്ട്. അതിന്റെ മധ്യത്തിൽ നിന്റെ മേൽ പകർന്ന ആത്മാവിനോ ഇന്ന് പകൽ നീ എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. ഇന്ന് പകൽക്കാലം നിന്നെ കുറിച്ച് ദേശമല്ല പ്രവചിക്കേണ്ടത്, നിന്നെ കുറിച്ച് നാട്ടുകാരല്ല പ്രവചിക്കേണ്ടത്. ഒരു സ്വർഗമുണ്ട് പ്രവചിച്ചത്, ഒരു സ്വർഗമുണ്ട് പ്രവചിച്ചത്. അത് നിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ പോകുക, അതിന്റെ തലമുറക്കകത്ത് വെളിപ്പെടാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രതികൂലത്തിനകത്തുനിന്ന് ആത്മാവിനെ പുറത്തേക്ക് അവൻ പിതാവിന്റെ തേജസ്സുള്ളവൻ, പിതാവിന്റെ തേജസ്സുള്ളവൻ, അവൻ ഏകജാതനെ പുത്രനെ മേൽ പകർന്നെങ്കിൽ ആ തേജസ്സിലേക്ക് ഞങ്ങളെ വിളിച്ചത് ഓ വിശ്വസിക്കുന്നവർ മാത്രം. ആത്മാവ് കാത്തിട്ടേ, ഈ സഭകൂടി ആത്മാവ് കാത്തിട്ടേ. നിന്റെ തേജസ്, നിന്റെ വിളിയെ ഇന്ന് പകൽ തിരിച്ചളി. ഓ വിളി തിരഞ്ഞെടുപ്പ് മറന്നു പോകല്ല. ഒരു അഭിഷേകം നിന്റെ മേലുണ്ട്, ദൈവ ഇട്ട കൃപ നിന്റെ മേലുണ്ട്, ദൈവ സാന്നിധ്യം നിന്റെ മേലുണ്ട്. നിന്നകത്തൊരു മഹാപുരോഹിതനുണ്ട്. ഓ യേശുവിന്റെ നാമത്തിൽ ഓ വിളിച്ച കൃപയ്ക്കൊത്തവള്ള, ഓ വിളിച്ച കൃപയ്ക്കൊത്തവള്ള ഇന്നൊരു അത്ഭുതം നടക്കട്ടെ ദൈവസഭയ്ക്കകത്ത്. ആത്മാവ് വാതിലുകളെ തുറന്നു കൊടുക്കട്ടെ, ആത്മാവ് അത്ഭുതങ്ങളെ തുറന്നു കൊടുക്കട്ടെ. നിനക്കടയ്ക്കാൻ ഒരു വാതിലും കാണത്തില്ല. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഓ വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ മഹാപുരോഹിതൻ എന്റെ സ്വന്തമാ, എന്റെ കൂടെ തിരശ്ശീലയ്ക്കകത്ത് എന്റെ കൂടെ ഉണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. ഓ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയണോ. ചിലരൊക്കെ നിന്നെ നോക്കിയിട്ട് വിളിച്ചു പറയുന്നുണ്ട്, ഇനി മുന്നോട്ടല്ല കേട്ടോ. ഓ ഇനി മുന്നോട്ടല്ല, ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോയി, ഇനി മുന്നോട്ട് പോകത്തൊന്നുമില്ല. ആമേ ഹല്ലേലൂയ. ചിലരൊക്കെ പ്രവചിച്ചു പറഞ്ഞിരിക്കുക, ഇനി മുന്നോട്ടല്ല. ചുമ്മാ തിരി എന്റെ പൊന്നു ബ്രദറെ, ഇത് ഉയർച്ചയുടെ പടവ് തന്നെ. ഹല്ലേലൂയ. ഇന്ന് കണ്ട പടകല്ലെന്ന് നാളെ കാണാൻ പോകുന്നത്. ഓ ഇന്ന് കണ്ട പടകല്ലെന്ന്, ഇന്ന് കണ്ട പടകല്ലെന്ന് നാളെ കാണാൻ പോകുന്ന പടക്. ഇന്ന് കർത്താവിന്റെ പടകിനെ നിറച്ചു വന്നെങ്കിൽ നാളെ കർത്താവിനെ ഉപയോഗിക്കാൻ പോവുക. ഹല്ലേലൂയ. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ നടന്നത് വയലോരത്തൂടായിരിക്കാം. ഞാൻ വയലോരത്തോട് നടന്നപ്പോൾ അതിനകത്ത് 11 നെല്ല് പിരിച്ച് ഞാൻ തിന്ന ഒരു കാലമുണ്ടായിരിക്കാം കേട്ടോ. എന്നാൽ ആ കാലം മാറാൻ പോവുക. എത്ര പേര് ആമേൻ പറയുന്നു? ആ കാലം അങ്ങ് മാറാൻ പോവുക. ഒരു അഭിഷേകം എന്റെ മേൽ വന്നിട്ടുണ്ടെന്ന്, ഒരു കൃപ എന്റെ മേൽ വന്നിട്ടുണ്ടെന്ന്, എന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന്. ഓ ഇന്ന് മാറാൻ പോകുക. ഇന്നൊരു സുന്ദരമെന്ന ഗോപുരം ഉണ്ടെങ്കിൽ അപ്പുറം ഒരു അത്ഭുതത്തിന് വേണ്ടി ദൈവം വിളിച്ചതാണെന്ന്. ഓ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനാറ് നീ ആള് മാറിയവനെ പോലെ ആകാൻ പോകുക. ഓ നിന്റെ മേലുള്ള വാഗ്ദത്തം വെളിപ്പെടാൻ പോകുക. അതിന് സമയമായെന്ന് വിശ്വസിക്കുന്നവർ, ഓ അതിന് സമയമായെന്ന് വിശ്വസിക്കുക. ഓ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിക്കോദീമോസ് യേശുവിന്റെ അരികിൽ വരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴേ ഒരു വാക്യത്തിനകത്ത് കിടപ്പുണ്ട്. നിക്കോദീമോസ് യേശുവിന്റെ, യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. അതിന്റെ പുറകോട്ടൊന്ന് വായിച്ചു, ഒരു പുറകോട്ട് വായിച്ചു. അവന്റെ അടുക്കൽ വന്ന്, അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു, അവനോട് റബ്ബി നീ ദൈവത്തിന്റെ അടുക്കൽ നിന്നും ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന്. ദൈവം ഉണ്ടെന്ന് ഈ നാളുകളെ വെളിപ്പെടുത്തും.
നിന്റെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഈ നാളുകളിൽ വെളിപ്പെടാൻ പോകും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഈ നാളുകളിൽ ചിലര് പറയും ഇവന്റെ കൂടെ ഇവന്റെ കൂടെ ദൈവസാന്നിധ്യം ഉണ്ടെന്ന്. ഇവനെ കുറിച്ച് നമ്മൾ പറഞ്ഞതില്ലേ, ഇവനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വെച്ചില്ലേ? അതല്ലല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്റെ വീട് ജപ്തി പോവുകയോ ചെയ്തു പോകുന്ന കാണാനല്ല ഇരുന്നത്. ഇവന്റെ തലമുറ നശിക്കുന്ന കാണാനല്ല ഇരുന്നത്. വരട്ടെ ബ്രദറെ, അതിനപ്പുറം ഒരു അത്ഭുതം നടക്കാൻ പോകുക. തലമുറയ്ക്കകത്ത് ഭവനത്തിനകത്ത് ദൈവം ചില ചെയ്യാൻ പോകുക. എന്റെ മഹാപുരോഹിതൻ എന്റെ ബലഹീനതയിൽ എന്റെ കൂടെ നിൽക്കുന്നവനെന്ന വെളിപ്പെടുന്നതിന് കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഇവിടെ പറയുന്ന അവൻ രാത്രി അവൻ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവ് വന്നിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. ദൈവം യേശുവിനോട് പറയാ, നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഇത് പറയും. എത്ര പേർ അകത്ത് കറക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ നാളുകളിൽ ചിലര് പറയും അവരുടെ പ്രതീക്ഷ മാറാൻ പോവുക. ദൈവം ചില പ്രതീക്ഷ നിന്റെ മേൽ ഇട്ടിട്ടുണ്ട്. ചില പ്രതീക്ഷ മാറാൻ പോവുക. ഇന്ന് പകൽ അറിഞ്ഞു ചില പ്രതീക്ഷ നിന്റെ ഭവനത്തിൽ വരാൻ പോവുക. ചില മഞ്ഞും മഴയും ഇറങ്ങാൻ പോവുക. കാർമേഘത്തിനകത്തൊരു വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഭവനത്തിന്റെ മുന്നിലാണെങ്കിൽ അത് പെയ്തിറങ്ങുക തന്നെ ചെയ്യും. അത് മഴയായി പെയ്തിറങ്ങുക തന്നെ ചെയ്യും. ചില നന്മയുടെ ചാലുവാതിലുകൾ ദൈവം തുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ നാളുകളിൽ വരുമെന്ന് പറയുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഇവിടെ പറയാ, അമ്മയെ നിന്നോടുകൂടെ ആരുണ്ടെന്ന് പറയാ. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് കണ്ടോ. നമ്മുടെ കൂടെ മഹാപുരോഹിതനുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മുന്നോട്ട് കൊണ്ട് നിങ്ങൾ വേണ്ടി കിട്ടും. 3-ാമത്തെ വാക്യം, യേശു അവനോട്, ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഈ മഹാപുരോഹിതൻ വരണമെങ്കിലേ വീണ്ടും ജനിക്കണമെന്ന്. ഇവിടെ പ്രശ്നം ഇത്രയും നേരം. അപ്പൊ നിങ്ങളുടെ അകത്തോർത്തോളം ഈ കുപ്പായൊന്നും അല്ല കഥ. ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചു, പുറമേ ഉള്ള വേഷത്തിലല്ല പുരോഹിതനിരിക്കുന്നത്. തിരശീല നീങ്ങിയവന്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ജപസലേഖനക്കാരൻ പറയല, അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിച്ചിട്ട് നിന്റെ വിളിയാലുള്ള ആശയം എന്നാണെന്ന് ഈ സ്വർഗത്തിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുക. നിന്നെ കുറിച്ച് ദൈവം വിളിച്ചത് എന്നാണെന്ന് വെളിപ്പെടുത്താൻ പോകുക. എത്ര രാമയും പറയുന്നത് ഇവിടെ യേശു പറയും, അതിന് ഒരു മാർഗമേ ഉള്ളൂ. എന്താ മാർഗം? പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അതിനെ യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയത്തില്ല. വെള്ളത്താലും ആത്മാവിനും ജനിച്ചവർക്കാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിച്ചുകൊണ്ട് സ്ഥാനമറ്റവരോട് ഞാൻ പറയാ, ആമേൻ, ദൈവരാജ്യത്തിന്റെ അവകാശി നിങ്ങളാ. ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെയാണ് മഹാപുരോഹിതനുള്ളത്. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചവന്റെ കൂടെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്നു, ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കടപ്പാൻ ആർക്കും കഴിയത്തില്ല. അപ്പം പിടികിട്ടിയോ? നമ്മളെ ദൈവം പുരോഹിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒന്നാമത്തെ പടി നമ്മൾ എവിടെ വരണം? വെള്ളത്താലും ആത്മാവിനാലും. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? വെള്ളത്താലും ആത്മാവിനാലും. ആര് ജനിച്ചു? ഞാൻ ജനിച്ചത് വെള്ളത്താലും ആത്മാവിനാലും. വെള്ളത്തിൽ ഞാൻ മുഴുവൻ സ്നാനപ്പെട്ടു, സ്വർഗത്തിലെ ആത്മാവെൻ്റെ മേൽ പകർന്നു. പഴയ തിരശീല നീങ്ങപ്പെട്ടു. എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവ് വന്നു. ആമേൻ. അബ്ബാ, പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ എൻ്റെ മേൽ അവൻ അയച്ചു. ഇന്ന് പകൽ എത്ര വിശ്വസിക്കും? എൻ്റെ മേൽ ആരുണ്ട്? ഇന്ന് നിങ്ങൾ വിഷയത്തിന്റെ മുന്നിലാണ് നിന്നോണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ കണ്ണുനീരിന്റെ മുന്നിൽ നിന്നോണ്ടാണ് ഞാനിത് പറയുന്നത്. ആമീൻ. അകത്തുള്ള പുരോഹിതന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങുക. അകത്തുള്ള പുരോഹിതൻ ആരാന്ന് ഈ ദിവസങ്ങളിൽ വെളിപ്പെടും. ദേശക്കാർ വിളിച്ചു പറയുന്ന പോലെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് പറയത്തക്ക രീതിയിൽ ചില അടയാളത്തോടുകൂടെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുക. അതിനെ ഞാൻ ഇത്രയും പഠിപ്പിച്ചു. അപ്പൊ വെള്ളത്താൽ ആത്മാവിനാൽ ആര് ജനിച്ചു കഴിഞ്ഞു? ഞാൻ ജനിച്ചു. അമ്മേ, ഇനി കൊണ്ടുവരാൻ പോവാ. 1 പത്രോസിലേക്ക് വന്നേ. 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. 1 പത്രോസിനെ 1:23.
ഞാൻ ജനിച്ചത് എങ്ങനെയാന്നാ പറയുന്നേ? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ ഞാൻ വീണ്ടും ജനിച്ചു. പിടികിട്ടിയോ? കെടുന്ന ബീജത്തല്ല, നഷ്ടപ്പെട്ടു പോകുന്നല്ല. അതിന്റെ പുറയിലോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, പൂവിനെ കുറിച്ച് പൂവുതിരും ഇലവാടും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ പറയുന്നു കെടുന്ന ബീജത്താലല്ല. വീണ്ടും ചെല്ലം പറയുക, കെടുന്ന ബീജത്തല്ല, കേടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ. നമ്മൾ ജനിച്ചതാ ദൈവവചനത്താല. വചനം ജഡമായി തീർന്നു. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു. ആ നമ്മൾ വീണ്ടും ജനിച്ചപ്പോ എങ്ങനെ ജനിച്ചേക്കുന്നേ? വചനത്താൽ. ദൈവ വചനത്താൽ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞു? വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുക. 1 കൊരിന്ത്യർ 15:1. 1 കൊരിന്ത്യർ 15 1 വാക്യം. ഇപ്പൊ അറിയണം എന്ത് ചെയ്യണം? സഹോദരന്മാരോട് പറയാ, സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് എന്ത് ലഭിച്ചു? നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചു. എങ്ങനെ? ദൈവവചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ടവർ. ആത്മാവ് നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം, പിടിക്കണം. ഇതിനെ പിടിക്കണം. നീ വീണ്ടും ജനിക്കപ്പെട്ടവനാണ് തിരിച്ചറിയണം. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ടെന്ന് പറയണം. കൊരിന്ത്യർ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ എടുക്കണ്ട. നിങ്ങളുടെ ഇടയിൽ ഈർച്ചയും പിണക്കവും എവിടെ നിന്നാ? ഇതൊന്നും ആത്മാവുള്ളവന്റെ മേൽ ഉണ്ടാകത്തില്ലെന്ന് പറയുക. പൗലോസ് ഇവിടെ പറയുക, നമ്മുടെ അകത്തറിയണം. ഈ ആത്മാവ് നിങ്ങളെ വഴി നടത്താൻ തുടങ്ങിയാൽ, ഈ ആത്മാവിനാൽ, ഈ മഹാപുരോഹിതന്റെ ആ ആത്മാവിനാൽ ഞാൻ നടത്തപ്പെടുന്ന വരിയിൽ എനിക്കൊരു കാര്യത്തിലുള്ള ആകാശത്തിലെ നിയമങ്ങളെ ഞാൻ അറിയാതെ പോകല്ല. എന്റെ അകത്തറിയണം. ലോകത്തിനകത്ത് ഇവിടെ നിയമം വരുമ്പോ ആകാശത്തിൽ ഒരു നിയമം നിപ്പുണ്ട്. അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിക്കുമ്പോ ദൈവം ഒരു നിയമത്തിലേക്കാണ് വിളിക്കുന്നത്. അബ്രഹാമിനെ ചാർച്ചക്കാര് പിതൃഭവനം വിട്ടിറങ്ങി വാടാ. വന്നവനോട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ഞാൻ അനുഗ്രഹിക്കും. വർദ്ധിപ്പിക്കാൻ പോവുക. അപ്പോ ഉൽപ്പത്തി പുസ്തകം 12:3 എടുത്ത് വേണം നോക്കൂ. ഒരു നിയമം ഇടുക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. കണ്ടോ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പൊ നമ്മൾ ദൈവത്തിന് പ്രിയനാണോ അല്ലയോ? കണ്ണിലെ കൃഷ്ണമണി പോലെയും ഉള്ളം കയ്യിൽ വരച്ച രേഖ പോലെ ഞാൻ ഇരിക്കുന്നു. കാരണം എന്തുകൊണ്ട്? എന്റെ മേൽ പകരപ്പെട്ട് യേശുവിന്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവ. യേശു പറഞ്ഞു, ഞാനും പിതാവ് ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളും എന്നിൽ ആയിരിപ്പീൻ. നിങ്ങൾ അധിക ഫലം കായ്ക്കുന്നുവെങ്കിൽ എന്റെ പിതാവ് സന്തോഷിക്കും. കായ്ക്കാത്തനെ വെട്ടി തീരിട്ട് കളയും. ഞാൻ ക്രിസ്തുവും ഒന്നായി മാറി. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവന്റെ കൊമ്പുകളോട് ചേർത്തു. കാട്ടൊലിവായിരുന്ന എന്നെ നാട്ടൊലിവോട് കൂട്ടിച്ചേർത്തു. യോഗ്യതയില്ലാഞ്ഞ എന്നെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു. എന്തിലേക്ക് വിളിച്ചു? ബലത്തിലേക്ക് വിളിച്ചു. ബൈബിൾ പറയുക, നമ്മെ സ്വർഗത്തിനൊരു നിയമമുണ്ട്, ദൈവത്തിനൊരു നിയമം. ആകാശത്തിലെ നിയമങ്ങളെ നിങ്ങൾ അറിയാതെ പോരുത്. ഇയ്യോബിന്റെ പുസ്തകം വന്നപ്പോ അതിന്റെ 8-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. എടുക്കണമെന്നില്ല, ഞാൻ പെട്ടെന്ന് വായിച്ചു പറയാം. ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 8-ാമത്തെ വാക്യത്തിന്റെ 7-ാമത്തെ വാക്യം പറയുക. അല്ല 8 യോബിന്റെ പുസ്തകം 8-ന്റെ 7, 8-ാം അധ്യായം 7-ാമത്തെ. കിട്ടിയോ? നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി
അതിമഹത്തമായി. നീ ഇന്ന് പകലറിഞ്ഞു, നീ ഇന്ന് ചെറിയ കഷ്ടതയിൽ കൂടെ പ്രതികൂലത്തിൽ കൂടെ ഒക്കെ നടക്കുന്നെങ്കിലും മുന്നോട്ട് വരുന്ന കാലം അനുഗ്രഹത്തിന്റെ കാലമായി മാറ്റും. ഇത് ദൈവാത്മാവിന്റെ പദ്ധതിയാ. കാരണം നീ വീണ്ടും ജനിക്കപ്പെട്ടവനും ആമി ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ടവനാ. ആമി ദൈവം നിന്നെ കരുതുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലറിയണം, വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ അകത്തറിയണം, ആമി ദൈവ വചനത്താൽ ഞാൻ ജനിക്കപ്പെട്ടെങ്കിൽ ഇന്ന് പകലിൽ ദൈവ ചില പ്രവൃത്തികളെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമി തകർച്ചയിലേക്കല്ല നിന്നെ വിളിച്ചത്, ഉയർച്ചയിലേക്കാണ് വിളിച്ചത്. എത്ര പേര് വിശ്വസിക്കുന്നു? അപ്പൊ വീണ്ടും ജനിക്കപ്പെട്ടത് എങ്ങനെ വീണ്ടും ജനിക്കപ്പെട്ടത്? ദൈവ വചനത്താൽ, കെടാത്തതിനാലും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ. ആര് ജനിച്ചു? ഞാൻ ജനിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പോൾ വചനത്താൽ ജനിക്കപ്പെട്ട ഒരു പൈതൽ അറിയണം. റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം, അല്ല 10-ാം അധ്യായം, അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 10:8. എന്നാൽ അതെന്ത് പറയുന്നു? എന്നാൽ അതെന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി, വചനം നിനക്ക് സമീപമായും നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം. അപ്പം വചനം എവിടെയുണ്ട്? ഇല്ലാത്തതിനെ വചനമയച്ചു. സങ്കീർത്തനം 102 പറയുക, വചനമയച്ചു അവരുടെ രോഗികളെ സൗഖ്യമാക്കി. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം അത് വെറുതെ മടങ്ങി വരത്തില്ല, കാര്യം സാധിപ്പിച്ചവർ. ഈ വചനം ആരുടെ മേലുണ്ട്? നമ്മുടെ മേലുണ്ട്. ഇവിടെ പറയുകയാണ്, അത് എവിടെ ഇരിക്കുന്നു? ഹൃദയത്തിലും, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇത്ര അറിഞ്ഞാ മതി. യേശുവിനെ കർത്താവെന്നൊന്ന് അംഗീകരിക്കണം. ഞാൻ പറഞ്ഞ ഈ ആത്മാവ് എന്റെ തിരശ്ശീലയ്ക്കകത്ത് എവിടെ വന്നു? എന്റെ അകത്ത് വന്നു. ഈ ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നത്. ഈ ആത്മാവിന്റെ ശബ്ദം വല്ലപ്പോഴും കേൾക്കാറുണ്ടോ? ഈ ആത്മാവ് പറയുന്നത് എപ്പോഴേലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ എന്നോട് ഉണ്ടാതെ ഈ ശബ്ദം ഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് ആരാധനയ്ക്ക് പോകണ്ട, അകത്തിരുന്ന് ആത്മാവ് പറഞ്ഞ നടത്തിപ്പാരുടെയിൽ വരണം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ. യേശുവിനെ എന്താ പറഞ്ഞേ? യേശുവിനെ കർത്താവെന്ന് എങ്ങനെ പറയണം? ഇന്ന് പറഞ്ഞ എന്റെ കർത്തൃത്വം ഇനി കർത്താവിനാ. എന്നെ നിൽക്കുന്നു, എന്നെ അങ്ങ് നടത്തിക്കോണം. എന്റെ നടത്തിപ്പ് ആരുടെ ചെല്ലണം? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവപൈതലാണ് നടത്തിപ്പ് കർത്താവിന്റെ ചെല്ലണം. ഇവിടെ പറയുന്നു, വാക്കിനകത്ത് പറയുന്നു, കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ. ഞാൻ പറയുക, ഇനി കർത്താവ് എന്നെ നടത്തിയാൽ മതി. യേശു എന്റെ കർത്താവാ. അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ വായിച്ച പറയും യേശു എന്റെ കർത്താവ് എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തെ പറയുന്നു. അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു. ആരായതുകൊണ്ട്? യേശുവിന്റെ കർത്താവായോണ്ട്. ഇന്നലെ വരെ നടന്ന മുക്കുവൻ, മീനെ പിടിച്ചു നടത്തവൻ, കയ്യിൽ വലയുടെയും പങ്കായത്തിന് തഴവ് മാത്രമുള്ളവൻ, യോഗ്യതയില്ലാത്തവൻ, വിദ്യാഭ്യാസമില്ലാത്തവൻ, സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കൽ പറയുന്നു യേശുവിന്റെ കർത്താവാ. ആമേൻ. ധൈര്യത്തോടെ പറഞ്ഞിട്ട് മുടന്തന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നും വെള്ളിയും എന്റെ കയ്യില്ല, നസ്രാണം യേശു കർത്താവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞപ്പോ അവൻ തുള്ളിച്ചാടി. എന്നതിന്റെ കാരണം യേശു അവന്റെ കർത്താവായതുകൊണ്ടോ. ഇന്ന് പകലി ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാ, നിന്റെ ജീവിതത്തിനകത്ത് യേശു കർത്താവായാൽ നീ ചില വഴികളും അത്ഭുതങ്ങളും നിന്റെ ഭവനത്തിനകത്ത് വരും. ആത്മാവിന്റെ നിറവിനകത്ത് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് വായ് കൊണ്ട് വിളിച്ചു പറഞ്ഞു യേശുവിന്റെ കർത്താവ്. പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോവല്ലേ. പറഞ്ഞു, അവിടെ കൊണ്ട് തീർന്നു. പിന്നെ എപ്പോഴെങ്കിലും ആ ദേവദാസൻ പറയുമ്പോഴാ വീണ്ടും യേശു കർത്താവാകുന്നേ. ഇവിടെ പറയുന്ന യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. ചെയ്താൽ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടെന്നാ പറഞ്ഞേ. ഇതൊന്ന് വിശ്വസിക്കാനാ പാട്. 10-ാമത്തെ വാക്യമോ? ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും
ദൈവത്തിന്റെ നീതിക്കായി അവൻ ഹൃദയം കൊണ്ട് പറയണം, കർത്താവേ, യോഗ്യതകളൊന്നുമില്ല, അങ്ങയുടെ കരുണ, ക്ഷണിക്കുക ദൈവത്തെ, ഇൻവൈറ്റ് ചെയ്യുക, വാ എൻ്റെ കൂടെ, എൻ്റെ കർത്താവേ നീ എന്നോട് കൂടെ ഇരിക്കണം. ഇവിടെ പറയുന്നു, കാമി ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി കർത്താവേ ഞാൻ കൊള്ളരുതാത്തവനാ, എൻ്റെ കുറവുകളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാം, അടുത്ത വാക്യം പറയാം, അവനിൽ യേശുവിൽ വിശ്വസിക്കുന്നവൻ നീ നിന്റെ കുടുംബവും ലജ്ജിക്കാൻ അവൻ വിട്ടുകൊടുക്കത്തില്ല. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? യേശുവിനെ വിശ്വസിച്ചുകൊണ്ട്, യേശുവിൻ ഞാൻ ഇന്ന് പറയുന്നു, ആത്മാവിന്റെ ശബ്ദം കേട്ട് നടക്കാമെങ്കിൽ ഇന്ന് പകലും നീ കാണാത്ത വാതിലുകളെ ദൈവം തുറക്കും. നീ കണ്ടിട്ടില്ലാത്തതും അവന്റെ കരങ്ങളിലുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം. അപ്പൊ യേശുവിന്റെ അപ്പൊ ഞാൻ പറഞ്ഞു, തിരശീല നീങ്ങി ആരകത്തേക്ക് വന്നു? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എവിടെയാ തുടങ്ങുന്നത്? എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ തുടങ്ങിയതാ. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം വന്ന ദൈവം തന്ന വാഗ്ദത്ത പ്രകാരം അവന്റെ ആത്മാവിനെ യേശുവിന്റെ മേൽ വ്യാപരിച്ച് മഹാപുരോഹിതൻ ആരുടെ അകത്ത് വന്നു? എൻ്റെ അകത്ത് വന്നു. എങ്ങനാ? വെള്ളത്താലും ആത്മാവിനാ ഞാൻ വീണ്ടും ജനിക്കപ്പെട്ട യേശുവിനെ കർത്താവ് ഏറ്റുപറഞ്ഞു. വായ് കൊണ്ട് ഏറ്റുപറഞ്ഞു, ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിച്ചു. പൂർണ്ണമായി ദൈവത്തിലേക്ക് ഞാൻ വന്നു. എൻ്റെ പ്രത്യാശ ആരായി മാറി? യേശുവായി മാറി. യേശുവിൽ ഞാൻ ആശ്രയം വെച്ചു. യേശു കർത്താവിന്റെ ശബ്ദത്തിലേക്ക് ഞാൻ മാറി. പൂർണ്ണത ആരിൽ പൂർണ്ണനായി? യേശുവിൽ പൂർണ്ണനായി. പ്രതികൂലങ്ങൾ വരുന്നു, പറയും, ശിഷ്യന്മാർ പറഞ്ഞു, നിന്നോട് കൂടി ഞങ്ങൾ മരിക്കുവാനും തയ്യാറാ. കർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് നമ്മൾ വരുമ്പോ ദൈവം നമ്മളെ പടിപടിയായി ദൈവം നമ്മളെ ഉയർത്താൻ തുടങ്ങും. ദൈവശബ്ദം കേട്ടൊരാൾ നിൽക്കാൻ തുടങ്ങിയാൽ അവരുടെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിൽ വെളിപ്പെടും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസം? അതുകൊണ്ടാണ് 2 പത്രോസ് 1-ാമത്തെ 4-ാമത്തെ വാക്യം, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ആരുടെ കൂടെ? ഇവിടെ കളിയെ മാറുന്നേ. ലജ്ജിക്കത്തില്ലെന്ന് പറയാൻ ഭയങ്കര സന്തോഷമായിരുന്നു. യേശുവേ കർത്താവേ എന്നൊക്കെ വിളിച്ചു, എല്ലാം രസമാ. പക്ഷെ ഇവിടെ വന്ന ഭയങ്കര വിഷയം വന്ന് കയറുക. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. വാഗ്ദത്തങ്ങളെല്ലാം കിട്ടിയവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. എത്ര കിട്ടിയാലും പോരാ, എത്ര കിട്ടിയാലും പിന്നെയും പോരട്ടെ. പിടികിട്ടിയോ? ആരുടെ നടത്തിപ്പ് നിങ്ങളുടെ മേൽ വരണം? ദൈവികമായ ദൈവാത്മാവിന്റെ നടത്തിപ്പ് വന്നില്ല. ചിലതിനോടെല്ലാം ആർത്തി കയറും. ഒരു കാറ് കിട്ടിയാൽ പോരാ, 2 വീട് വെച്ചാൽ പോരാ. വിശ്വാസത്തിനകത്ത് വരുമ്പോ നീ അധ്വാനിച്ച് നേരത്തെ ഉണ്ടാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. വിശ്വാസത്തിൽ ദൈവസന്നിധി വന്നു. ഈ ദൈവസന്നിധി വന്നിട്ട് നീ സമ്പന്നനാകാനല്ല വരേണ്ടത്, നിത്യതയ്ക്ക് ഉടമ്പടിക്കാരനായി മാറണം. ഇവിടെ പറയുന്ന വിട്ടൊഴിഞ്ഞ്, നാശം വിട്ടൊഴിഞ്ഞ്, ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് അകത്ത് കിടക്കുന്നോ? ഈ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് അറിയാൻ ഇത്രയേ ഉള്ളൂ. ആത്മാവ് ഉണ്ടെങ്കിൽ അത്ഭുതം നടക്കും, ആത്മാവില്ല പ്രസംഗവും നടക്കും. ആത്മാവുള്ളിടത്ത് പ്രവചനങ്ങൾ വെളിപ്പെടും, രോഗസൗഖ്യം വെളിപ്പെടും, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഇല്ലെങ്കിൽ പഠിച്ചത് ഇങ്ങനെ പാടി പ്രസംഗിച്ചുകൊണ്ടിരിക്കും, ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ നിങ്ങളെ നടത്തുന്നവനെ നോക്കണം, കൊരിന്ത്യർ ലേഖനക്കാരൻ പറഞ്ഞു. ഇവിടെ പറയുക, ഇതിനപ്പുറയോട്ട് പോകുന്ന ബൗണ്ടറി നിങ്ങൾ നോക്കിയാൽ അറിയാം. ലോകത്തിനോടുള്ള ലോകവുമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം ഇല്ല. എൻ്റെ കൂടെ വന്നു, കുഴപ്പമൊന്നുമില്ല. ഇവിടെ പറയുന്നു ലോകത്തിൽ മോഹത്താലുള്ള നാശം.
ആഹാരം ഒഴിച്ച് ബാക്കി എന്നേലും തൃപ്തിപ്പെടുവോ മനുഷ്യൻ? കഴിക്കാൻ മേലാത്തതുകൊണ്ട് മതിയെന്ന് പറയും അല്ലേ? വിഷമോളി എല്ലാം നിരത്തി വെച്ചാൽ ഒരറ്റം തൊട്ട് കഴിച്ചു വരും, പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ അവർ കഴിക്കാൻ പറ്റത്തില്ല, വയറ് പറ്റത്തില്ല. ബാക്കി എത്ര കിട്ടിയാലോ? പത്രോസിനെ ദൈവം വിളിച്ചത്, പത്രോസിൻ്റെ പടകിനെ ദൈവം തമ്പുരാൻ നിറച്ചു. അവൻ്റെ കണ്ണിനും കണ്ടു നിന്നവർക്ക് ആശ്ചര്യമായി. പക്ഷേ പത്രോസിൻ്റെ കണ്ണ് യേശുവിലായിരുന്നു. ഈ പടകിനേക്കാൾ വലുത് യേശുവിലായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നല്ല, ഇതെല്ലാം ചപ്പന്ന് ചവറന്ന് വെണ്ണയാ ഞാൻ എൻ്റെ രക്ഷകനെ കണ്ടത്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഈ ഭൂമി കാണുന്നല്ല ചപ്പന്ന് ചവറന്ന് വെണ്ണയാ ഞാൻ എൻ്റെ രക്ഷകന്റെ പിന്നിൽ നിന്ന്. പത്രോസ് അപ്പോസ്തലന്റെ കണ്ണ് യേശുവിലേക്കായിട്ട് ഓടിച്ചെന്നവന്റെ കാൽക്കൽ വേണ്ടി പറഞ്ഞു, കർത്താവ് ഞാൻ പാപിയായ ഒരു മനുഷ്യനാ, എന്നെ വിട്ടു പോകണമെന്ന് പറഞ്ഞവോ വാഗ്ദത്തം വിളിച്ചു പറയുന്നു, നീ മനുഷ്യനെ പിടിക്കുന്നവരാണ്. ഇന്ന് പകൽ ലോകത്തിന്റെ നാശം വിട്ട് ഓടാൻ റെഡിയാണെങ്കിൽ നിന്റെ മേൽ ദൈവം ഒരു വാഗ്ദത്തത്തിലേക്ക് ദൈവം തമ്പുരാൻ നടത്തും. അതുകൊണ്ട് മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്താലുള്ള കൂട്ടാളികളായി തീരണം. നിങ്ങൾ ആരായി തീരണം? എന്റെ കൂടെ വരുന്നുണ്ടോ? നിങ്ങൾ കർത്താവിന്റെ കൂടെ കൂട്ടാളികളായി മാറണം. ദൈവത്തിന്റെ കൂടെ കൂട്ടാളിയാവും. ആരുടെ സ്വഭാവത്തിൽ വന്നു? ദിവ്യ സ്വഭാവത്തിൽ വന്നു. ആരുടെ ആത്മാവിനാൽ? എന്റെ പൊന്നെ, കിട്ടുന്നൊക്കെ കഴിക്കുകയൊക്കെ ചെയ്ത് ഒന്നും ഞാൻ പറഞ്ഞില്ല കഴിക്കില്ലെന്ന്. പക്ഷെ അതിൻ്റെ പുറകെ മനസ്സിലായോ, ഇവിടെ പോരാഞ്ഞിട്ട് പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി റിസോർട്ടും അതൊക്കെ മേടിച്ച് ഇങ്ങനെ മക്കൾക്കും കൊച്ചുമക്കൾക്കും സമ്പാദിക്കുന്നവരെ ഞാൻ പറഞ്ഞേ. ഇതൊന്നും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, ഈ ബൈബിളുമായിട്ട്. നീ ആരുടെ സ്വഭാവത്തിലേക്ക് വരണം? വേഷത്തിൽ മനുഷ്യനായി താഴ്ന്ന ഭൂമിയിൽ ഇറങ്ങി വന്ന യേശുവിന്റെ സ്വഭാവം വരണം. ഈ സ്വഭാവം വന്നാൽ തമ്പുരാൻ നിന്നെയും നിന്റെ തലമുറയെ കൈവിടത്തില്ല. നിന്റെ ഭാവം ഇന്ന് പകൽ ക്രിസ്തുവിന്റെ ഭാവമാണെങ്കിൽ, നിന്റെ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുകയാണെങ്കിൽ നീ ലജ്ജിച്ചു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് നഷ്ടപ്പെട്ടതിനെ ദൈവം തിരിച്ചു തരും. വെട്ടുക്കിളി തുള്ളലും നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? അതിനെ തിരിച്ചു തരും. നിനക്ക് കൂട്ടാളികളെ ദൈവം കൊണ്ട് തരും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എന്നിൽ ആരുടെ ആത്മാവാ വന്നേ? യേശുവിന്റെ ആത്മാവ് വന്നിട്ട് യേശു ഇന്നലെ മിനിഞ്ഞാന്നും എല്ലാം റിയൽ എസ്റ്റേറ്റിന്റെ സ്ഥലം മേടിക്കാൻ പോയിരിക്കായിരുന്നോ? യേശുവിന്റെ കൂട്ടാളികളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? പരീശന്മാർ പറയുന്നു ഇവന്റെ കൂട്ട് ചുങ്കക്കാരും പാവനികളോടുവാ. ഇപ്പോഴോ? ഞാൻ ആരും വിധിച്ചതല്ല ഞാൻ പറഞ്ഞേ. ഈ ദിവ്യ സ്വഭാവം എന്നിൽ വന്നാൽ, ഇവിടെ പറയുന്നു ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. അങ്ങനെയുള്ളവർ പറയാ റോമാലേഖനം 8:28 നിന്റെ വിജയത്തിൽ വരും. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം പറയുക. അവരെ കുറിച്ചാ ദൈവം പറയുന്നേ. അവരെ എങ്ങനെ വിളിച്ചെന്നാ പറയുന്നേ? എന്നാ ദൈവത്തെ, ഈ സ്വഭാവം ഉണ്ടായാലും ആരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ? ഞാൻ ആരെ സ്നേഹിക്കണം? ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കണമെന്ന്. ഞാനിവിടെ മറ്റു പലതിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. റംബുട്ടാന് വില ഇടിഞ്ഞെങ്കിൽ ഞാൻ തകരുന്നു, റംബുട്ടാന് വില കൂടിയെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ ചിന്ത എവിടെയാ കിടക്കുന്നേ? ഈ ലോകത്തിലാണ് കിടക്കുന്നേ. എൻ്റെ ചിന്തയും ഭാരമല്ല എവിടെയാ? ഞാൻ ആരും സന്തോഷിക്കുന്നില്ല. പിടികിട്ടിയോ? ഇവിടെ പറയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ഇവിടെയാ നിർണയപ്രകാരം വിളി. ചുമ്മാ വിളിയുണ്ടെന്ന് പറയല്ലേ. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി. ഈ ആത്മാവിനെ കേട്ട് അനുസരിച്ച് നടക്കാമെങ്കിൽ ഇന്ന് പകൽ എഴുതി വെച്ചു, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സകലവും നന്മയ്ക്കായി, സകലവും നന്മയ്ക്കായി. നീ ഒന്നും നിന്റെ ജീവിതത്തിനകത്ത് ഒരു നഷ്ടവും ദൈവം വരുത്തത്തില്ല. നിന്റെ തലമുറ, ദൈവശബ്ദം കേട്ടിരുന്ന അബ്രഹാമിന്റെ തലമുറ അനുഗ്രഹിച്ച പോലെ നിന്റെ തലമുറ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് ആമേൻ പറഞ്ഞെടുക്കുക? അപ്പൊ ദിവ്യ സ്വഭാവത്തിന് ആരുടെ ദിവ്യ സ്വഭാവം? ആരുടെ സ്വഭാവം? യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് ആര് കൂട്ടാളിയാകണം? പിടികിട്ടിയോ? യേശുവിന്റെ സ്വഭാവത്തിന് ഞാൻ കൂട്ടാളിയാകുമ്പോ എന്റെ പ്രാർത്ഥനയിൽ ദൈവാത്മാവിനോട് സംസാരിക്കും. ദൈവത്തോട് ഞാൻ കൂട്ടാളിയാകുമ്പോ, ദൈവത്തോട് ഞാൻ കൂട്ടാളിയാകുമ്പോ എന്റെ നടപ്പിലും എടുപ്പിലും എല്ലാം ദൈവനോട് സംസാരിക്കും.
ദൈവം എൻ്റെ വഴികാട്ടിയായി മാറും. ദൈവാത്മാവെന്നെ നടത്തും. ദൈവാത്മാവ് നടത്തുന്നവൻ ദൈവത്തിന്റെ അത് തന്നെ ആണോ? അല്ലോ, കേൾക്കുന്നോ ഇതുവല്ലോ? അപ്പൊ ഇവിടെ എല്ലാവരും പറയും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി പുറകെ കിടക്കുക. ഈ ദിവ്യ സ്വഭാവം ഉള്ളവനെ കുറിച്ചാണ് ദൈവം പറഞ്ഞേ. ഡിസംബർ 31-ാം തീയതി കുറിവാക്യം കിട്ടി, നിർണയപ്രകാരം വിളിക്കപ്പെട്ട സാറ്. ഈ നിർണയം ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. ഇവിടെ പറഞ്ഞു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം. ഇവിടെ എല്ലാം കിടക്കുവാന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ആരെ സ്നേഹിക്കുന്നു? ലോകവും ലോകത്തിലെ മോഹങ്ങളും. പൗലോസ് പറഞ്ഞു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. ഇതെല്ലാം എന്നാന്ന് പറഞ്ഞു? ചപ്പന്ന് ചവർന്നു ഞാൻ എണ്ണുന്നു. യേശുവിന്റെ അരികിൽ ഒരുവൻ വന്നു, കടന്നു വന്നിട്ട് പറഞ്ഞു, കർത്താവേ, കർത്താവിനോട് പറഞ്ഞു, നിന്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എന്നാ പറഞ്ഞേ? നീ കൽപ്പനകളൊക്കെ പ്രമാണിക്കും. അതെ, ഞാൻ കൽപ്പന പ്രമാണിക്കുന്നു. അപ്പനെ അമ്മ എല്ലാം നോക്കും, ഞാൻ എല്ലാ കൽപ്പന. നിനക്ക് ഒരു കുറവുണ്ടെന്ന് പറഞ്ഞു. എന്നാന്ന് പറയോ? നിനക്കുള്ള വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. പുള്ളിക്കാരൻ അന്നേരം വിട്ടുപോയി. ആരെ സ്നേഹിക്കുന്നുണ്ട്? ഈ ലോകത്തെ ഇന്ന് പകൽ ലോകത്തെ സ്നേഹിക്കുന്ന ആർക്കും ഒരു വിളിയില്ല. ഇവിടെ പറയുന്നത്, എന്നാ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എന്നിട്ട് പറയാ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ. നമ്മൾ ഓർത്തോണേ, യേശുവിനെ കുറിച്ച് യോഹന്നാൻ സൂചന പറഞ്ഞു, ഏകജാതൻ. ആ കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ എൻ്റെ അപ്പൻ ഒരു മകനാണ്, എന്നെ കുറിച്ച് എന്നാ പറയുള്ളൂ? ഏകജാതൻ. എനിക്കൊരു അനിയനോട് വന്നാലോ, ഞാൻ ആരാ മാറി? ആദിജാതനായി മാറി. മലയാളം നല്ലതായിട്ട് അറിയാവുന്നതിനായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ഇപ്പൊ ഞാൻ എൻ്റെ കുടുംബത്തിൽ ആര് വന്നു? ഒരു സഹോദരനോട് വന്നു. അപ്പൊ ഞാൻ ആരായി മാറി? ആദിജാതനായി. ഏകജാതൻ മാറി ആദിജാതനായി. ഇവിടെ വന്ന് ഇവിടെ പറയുന്നു, അവൻ മുന്നറിഞ്ഞവരെ, മുന്നവേ വിളിച്ചവരെ തന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ യേശു ആദിജാതന. അപ്പൊ ആ കുടുംബത്തിൽ ആര് കയറി? എന്റെ കൂടെ വരുന്നില്ല നിങ്ങള്? ഞാൻ ആരായി മാറി? ഞാൻ യേശുവിന്റെ സഹോദരനായി മാറി. യേശു ഉയർത്തെഴുന്നേറ്റ് പറയുക, ശിഷ്യന്മാരെ അന്ന് വരെ ശിഷ്യന്മാരെന്ന് വിളിച്ച് യേശു പറയുന്നുണ്ട്, ഒരു വാക്ക് പറയുക, എന്നാന്നറിയോ? നീ ചെന്ന് എന്റെ സഹോദരന്മാരോട് ചെന്ന് പറയണം. ആരാക്കി മാറ്റിയവരെ? ഞാൻ ഇന്ന് പകലിൽ പറയുമ്പോഴണം, നിങ്ങൾ യേശുവിന്റെ കുടുംബത്തിൽ കയറി. യേശുവിന്റെ DNA, നിങ്ങൾ DNA ഒന്നായി മാറി. കെടാത്ത ബീജത്തിനാൽ നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ യേശു കർത്താവ് ജനിച്ചത്. അവൻ ജഡമായി തീർന്നു. ദൈവത്തിന്റെ തേജസ്സുള്ളവനായി ഞങ്ങൾ കണ്ടു. അതുപോലെ തന്നെ പറഞ്ഞു, ഇതേ ആത്മാവിനാൽ ആര് ജനിക്കപ്പെട്ടു? വീണ്ടും ജനിക്കപ്പെട്ടവൻ. ഞാൻ യേശുവിനാൽ ജനിക്കപ്പെട്ടവനാ. ഇവിടെ പറഞ്ഞു, അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്. ഫസ്റ്റ് നല്ല രസമായില്ലേ? യേശുവിന്റെ സ്വരൂപത്തോട്. എടുത്ത ചെവിട്ടത് അടിക്കുന്നതിന് വലത്തെ ചെവിട്ടല്ല, അവന്റെ വീട് കയറി തല്ലും. പിന്നല്ലേ ഇടത്തെ ചെവിട്. ഇവിടെ പറയുന്നു, അമ്മ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്. നമ്മളെ ആരുടെ കൂടെ അനുരൂപമാക്കി? വിടുതലും അത്ഭുതവും നടക്കണോ? ഭവനത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണോ? അനുരൂപപ്പെടണം. ഇച്ചിരൂടൊന്ന് താഴണം. വഴിയിറങ്ങി അതും ഇതും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. പിടി കിട്ടിയോ? പറയുന്നവർക്കൊക്കെ ഉള്ള ദൈവം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഉടനെ വരും ഗിഫ്റ്റ്, താമസിക്കാൻ വരുന്നുണ്ട് ഗിഫ്റ്റ് എല്ലാം. അപ്പോൾ ഓർത്തോണം, ആരുടെ ആത്മാവുള്ളവൻ? യേശുവിന് അനുരൂപപ്പെടാൻ പറയുമ്പോ പീലാത്തോസിന്റെ അരമനയ്ക്കകത്ത് യേശു നിൽക്കുക. പീലാത്തോസ് പറഞ്ഞു, നിന്നെ ക്രൂശിപ്പാനും വിട്ടയപ്പാനും എനിക്ക് അധികാരമുണ്ട്. യേശു എന്നാ പറഞ്ഞു? എന്നെ ഒന്ന് വിടാമെന്നാണ് പറഞ്ഞേ. സ്വർഗത്തിൽ നിന്ന് അനുവാദം കിട്ടിയത് കൊണ്ടാണ് നിനക്ക് എന്നെ തൊടാൻ പറ്റുന്നത്. ഇന്ന് പകലിൽ പറയണം,
എന്റെ മേലുള്ള അധികാരം സ്വർഗത്തിന്റെ അധികാരമാ. എന്റെ മേലുള്ള നീ എന്നെ ബന്ധിക്കാൻ നോക്കരുത്. നീ എന്റെ മേൽ മന്ത്രവാദിയെ വെച്ചോണ്ട് മന്ത്രം ചെയ്താലും ഇവിടെ ഏക്കത്തില്ല, അതങ്ങ് തിരിച്ചു വരത്തേ ഉള്ളൂ. ഇന്ന് പകൽ ഞാൻ ആരെ ഭയപ്പെടുന്നു? ഞാൻ സ്വർഗത്തിലെ ദൈവത്തെ ഭയപ്പെടുന്ന. ഈ ഭൂമിയിലുള്ള ആകാശത്തിൽ ഒരു നിയമമുണ്ടെന്ന് എനിക്ക് വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം 75 വയസ്സ് കഴിഞ്ഞാലും 100 വയസ്സ് കഴിഞ്ഞാലും ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ തലമുറയ്ക്കകത്തും എനിക്കകത്തും വരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ദൈവത്തോട് അവന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ടിരിക്കാൻ അവൻ എന്നെ മുന്നേ നിയമിച്ചിരിക്കുന്നവരാ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയുള്ളവരോട് ദൈവത്തമ്മിന് വചനം ഒന്ന് പറയാനുള്ളൂ. ആവർത്തന പുസ്തകം 28:6 പറയാ, അകത്തു പോകുമ്പോഴും പുറത്തു പോകുമ്പോഴും നീ ഒരു അനുഗ്രഹമാ. യേശു അതിന് മറുപടിയായി പറഞ്ഞു, ഇപ്പം പിടിച്ചത് വല്ല നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇപ്പം പിടിച്ചത് ഇന്ന് അത്ഭുതം നടക്കുന്ന എത്ര പേരുടെ കയ്യിലുണ്ട്? ഇന്ന് പകൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ദൈവം ചില പ്രവർത്തികൾ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ റെഡിയാവുന്നുണ്ടോ? ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എനിക്ക് ചില മറുപടികൾ ലഭിക്കപ്പെടുമെന്ന് എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഇന്ന് 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 നാളെ കുറിച്ചല്ല ഞാൻ പറയും. ഇന്ന് അകത്താണെങ്കിൽ വചനം പറയുന്നുണ്ട്, ഞാൻ അകത്തു പോകുമ്പോഴോ പുറത്തു പോകുമ്പോഴോ ഞാൻ ഒരു അനുഗ്രഹമാണ്. എന്തുകൊണ്ട്? നിർണയപ്രകാരം എന്നെ ദൈവം വിളിച്ചതിനാൽ സകലവും നന്മയ്ക്കായി അത് കൂടി വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതിനെയാണ് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നപ്പോ അപ്പോസ്തലനായ പൗലോസ് പറയുക, അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിനകത്ത് പറയും, നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നോട് പറയുക. എന്താ പറയുന്ന അവിടെ വാക്യം? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 17:28. അവനിലല്ലോ, വായിച്ചു, ആരിൽ ജീവിക്കാൻ പറഞ്ഞു? പ്രകാശ് ജീവിച്ചോ, അവര് ജീവിച്ചോ, ഞങ്ങളെല്ലാം വേറെ ജീവിച്ചോ, അങ്ങനെയാണോ പറഞ്ഞേ? വീണ്ടും ജനിക്കപ്പെട്ടൊരു ദൈവമല്ലുണ്ട്. ആര് ജീവിക്കാൻ പറഞ്ഞു? അവനിലല്ലോ. ആരിൽ? ക്രിസ്തുവിലല്ലോ. ആര് എങ്ങനെ ചെയ്യണ്ടേ? ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. നീ സന്തോഷിക്കുകയാണേലും കിടക്കുകയാണേലും ഒക്കെ ആരിലായിരിക്കണം? ആരിൽ ആശ്രയിക്കണം? അനുഗ്രഹിക്കപ്പെടണോ? കൊട്ടിപ്പാടി ഇങ്ങനെ നടന്നാൽ മതിയോ? എത്ര എണ്ണ കൊട്ടിപ്പാടി നടക്കുന്നേ? കൊട്ടിപ്പാടി ഇങ്ങനെ പോയാൽ മതിയോ? വചനത്തിൽ നിലനിൽക്കണ്ടേ? വചനത്തിൽ ബലം കായ്ക്കണ്ടേ? ഇവിടെ പറയുന്നു, അവനിലല്ലോ നാം ദൈവത്തിന്റെ സന്താനമല്ലയോ എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ആരായി മാറി? ക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ മക്കളായി. യേശു പറഞ്ഞു, നിങ്ങൾ ഈ വണ്ണം പ്രവർത്തിക്കുക, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. ഇന്നീ പകലർ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ അകത്ത് ദൈവാത്മാവിന്റെ നടത്തിപ്പ് വന്നാൽ അവൻ അനുഗ്രഹമായി മാറും. അകത്ത് വ്യക്തമായി നമ്മൾ അർഹപ്പെടപ്പെടാത്ത പല മേഖലകളും ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി തുറക്കും. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. നമ്മുടെ അകത്ത് വ്യക്തതയോടുകൂടെ അകത്ത് നമ്മൾ അറിയണം. നമ്മുടെ അകത്ത് വ്യക്തമായി തിരിച്ചറിയണം. ദൈവാത്മാവിന്റെ നടത്തിപ്പ് ആരുടെ മേൽ വരണം? നമ്മുടെ മേൽ വരണം. എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മളെ എവിടുന്നാ ദൈവം വിളിച്ചേ? എന്തിനാ വിളിച്ചേ? 1 പത്രോസ് 2-ാമത്തെ വാക്യത്തിൽ വരും പറയുക, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാവുന്നു. ആണോ? ഇപ്പോഴും പഴയ ആ മാമൂലും പഴയ കെട്ടും ഒക്കെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അത്ഭുതം നടക്കാതിരിക്കുന്ന, വിടുതൽ നടക്കാതിരിക്കുന്നതിന് കാരണം ഞാനീ പറഞ്ഞേ. ഉയർച്ച വരാതിരിക്കുന്നതിന് കാരണം ചില വിശ്വാസികളെ വീട്ടിൽ ചെന്നാൽ ഗസവനത്തോടെ ഇരിക്കുക, കിഴക്കോട്ടിരിക്കുന്ന യേശു ഇല്ല, ഉറക്കം വരുന്നുണ്ട്. നിന്നെ ദൈവം വിളിച്ച് ആത്മാവിന് സത്യത്തിലും ആരാധിക്കാനാ. ഇവിടെ പറയുന്നു, നീ ഇന്നിൽ ആരുണ്ടെന്നാ ഇവിടെ വെളിപ്പെടുത്തുന്നേ? നിന്നെ വിളിച്ച് നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന്
അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. ദൈവം പറയാം, നീ എന്റെ ജനമാന്ന്. ദൈവം വിളിച്ചിറക്കുന്ന ഇസ്രായേൽ ജനത്തെ മിസ്രൈമിന്റെ അടിമത്തിൽ നിന്ന് വിളിക്കും. ദൈവം പറയുന്നതിന് എന്റെ ജനം. അവര് വഴിമാറിയപ്പം പറഞ്ഞു, മോശയോട് പറഞ്ഞു, നിന്റെ ജനം ആണോ? ദൈവം വിളിക്കുമ്പം പറയുന്നത്, ദൈവം പറയുക ഇസ്രായേൽ ജനം ആരുടെ ജനം എന്ന് പറഞ്ഞു? എന്റെ ജനം. കുറച്ചു ദിവസം കഴിഞ്ഞ് ഇവരുടെ ഇടപാട് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞു, നിന്റെ ജനം എന്റേതല്ലിത്. ഇന്ന് പകലിൽ അറിഞ്ഞു, അനുഗ്രഹത്തെ തടയപ്പെടുന്നുണ്ടെങ്കിൽ, ഉയർച്ചയെ തടയുന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു മാറ്റം വേണം. യേശു കർത്താവായി മാറണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അമീ. റോമാലേഖനം 8:35 വാക്യം പറയുക. റോമാലേഖനം 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. കണ്ടോ? യേശു കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് പ്രതികൂലം വരുമ്പോ, പ്രശ്നം വരുമ്പോ ഈ ദൈവത്തെ വിട്ട ചോടിപ്പോവല്ല. പ്രതികൂലങ്ങൾ വരത്തില്ലെന്ന് പറയത്തില്ല. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ പറഞ്ഞു, വലിയ കാറ്റടിക്കാൻ തുടങ്ങി. മണലിന്മേൽ വെച്ച വീടും പാറയുടെ മേൽ വെച്ച വീടും രണ്ടിനെ ഒരുപോലെ വെള്ളം അടിച്ചു, കാറ്റടിച്ചു. പക്ഷെ പാറയുടെ മേൽ വെച്ച് തകർന്നു പോയില്ല. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ നോക്കിയേ. ഇവിടെ പറയുക, ആമീൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ഒരു പൂർണ്ണത. ഇന്ന് അനുഭവിക്കുന്ന ഏത് കഷ്ടതയ്ക്കകത്തുണ്ട് വിളിച്ചു പറയാം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനെ നിനക്ക് ജയിക്കാൻ പറ്റും. ഇന്ന് കാണുന്ന പ്രതികൂലത്തെ നീ ജയിക്കാൻ പറ്റും. ഇന്ന് കാണുന്ന കഷ്ടതയെ നീ ജയിക്കാൻ പറ്റും. ഇന്ന് കാണുന്ന നിന്നയെ നിനക്ക് ജയിക്കാൻ പറ്റും. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ നോക്കിക്കോ. ഇവിടെ പറയുന്നു, കഷ്ടതയോ പട്ടിണിയോ സങ്കടമോ നഗ്നതയോ ആപത്തോ വാളോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുക, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കും. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് കാണുന്ന പ്രതികൂലത്തെ എനിക്ക് ജയിക്കാൻ പറ്റും. ഇന്ന് കാണുന്ന പ്രതിസന്ധി എനിക്ക് ജയിക്കാൻ പറ്റും. ഇന്ന് കാണുന്ന കഷ്ടത എനിക്ക് ജയിക്കാൻ പറ്റും. എന്റെ കൂടെ എന്റെ കർത്താവുണ്ട്. എന്റെ മേൽ കർത്തൃത്വം നടത്തുന്നത് എന്റെ കർത്താവാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് മത്തായി 6:10 പറയുക, നിന്റെ രാജ്യം വരണമേ. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ വിശ്വാസത്തെ പ്രാർത്ഥിക്കുന്നവരായി മാറണം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക? ഇന്ന് പകൽ ഞാൻ പറയും, ആത്മാവിന്റെ നടത്തിപ്പിൽ നടന്നെങ്കിലേ അനുഗ്രഹത്തിൽ വരുള്ളൂ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ജൽപ്പനമല്ല നമ്മുടെ പ്രാർത്ഥന, ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കണം. ഇന്നലെ ശനിയാഴ്ച ഇവിടെ വന്നിരുന്നവർക്കറിയാം ദൈവശബ്ദം കേൾക്കാൻ പറ്റിയത്. ദൈവാത്മാവ് പറയുവാനുള്ളതിന് പറഞ്ഞുകളെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ അറിയാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ കുറെ സമയം ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തമായ ആത്മാവിന്റെ ഇടപെടൽ ഇവിടെ ഉണ്ടാകാൻ തുടങ്ങി. വലിയ ആത്മാവിന്റെ വലിയ സാന്നിധ്യം പറയാൻ തുടങ്ങി. ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, ദൈവം യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് വായ്കൊണ്ട് ഏറ്റുപറയണം. ആ നടത്തിപ്പിൽ ആ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഒരു അനുഗ്രഹത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ വിശ്വാസത്തിന്റെ ആ വഴികളിൽ നിങ്ങൾ നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? യാചിക്കുന്ന ഒക്കെയും എന്ത് ചെയ്യണം? ലഭിച്ചു എന്നെങ്ങനെ ചെയ്യണം? അടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞേ. ആരുടെ നടത്തിപ്പ്? ആരോട് പ്രാർത്ഥിക്കുന്നു? ആത്മാവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ വിഷയം എവിടെ കേൾക്കണം? സ്വർഗത്തിൽ കേൾക്കണം. ഞാൻ പ്രാർത്ഥിച്ചതിന് പ്രതിഫലമുണ്ട്. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം വെറുതെ മടങ്ങി വരത്തില്ലെന്നാ പറഞ്ഞേ. അപ്പൊ അകത്ത് നിങ്ങൾ തിരിച്ചറിഞ്ഞേ. ഇവിടെ പറയുന്ന വാക്കിനകത്ത് നോക്കും പറയാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക്
ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥിച്ചത് ഞാൻ ഇപ്പോഴും നിങ്ങൾ പറയുന്നു, നിങ്ങൾ ദൈവശബ്ദം കേട്ട് നടക്കുന്നവരാണോ? ദൈവാത്മാവിൻ്റെ നടത്തിപ്പ്. നിങ്ങൾ ലോകത്തിലേക്ക് നിങ്ങൾ നോക്കാതെ, ലോകം എവിടെയെങ്കിലും പോട്ടെ, ദൈവസന്നിധി വിശ്വസ്തരാകുക. ദൈവത്തെ മുന്നേ നിർത്ത്. ദൈവത്തെ മുന്നേ നിർത്തി ആരാധിക്ക്. എല്ലാം ദൈവം കൊണ്ട് തരും. നിന്റെ ജീവിതത്തിനകത്ത് എന്തെല്ലാം, നിന്നെ ആര് കൈവിട്ടാലും കൈവിടാത്തവരെ ദൈവം കൊണ്ട് തരും. നിനക്ക് വേണ്ടത് മുഴുവൻ നൽകിത്തരാൻ അവൻ സർവശക്തനായ ദൈവമാണ്. ഉളവാകട്ടെ എന്ന് പറഞ്ഞാൽ ഉളവാക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കെല്ലാം ഞാൻ കർത്താവിനെ സ്തോത്രം. അപ്പം നമ്മുടെ ഈ അകത്ത് വിശ്വാസത്തിനകത്ത് ഉറയ്ക്കണം. ദൈവത്തിൻ്റെ വിളിയെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിഞ്ഞ് വേണം ദൈവസന്നിധി നിൽക്കാൻ. ചുമ്മാതെ നമ്മൾ നിന്ന് കളയല്ല. നിൽക്കാത്തവർക്ക് ഞാൻ കർത്താവിന് നിങ്ങളുടെ അകത്ത് ആത്മാവിന്റെ വെളിപ്പാട് വന്നാൽ, ഫിലിപ്പിയ ലേഖനം 2:13 പറയുന്ന പോലെ, ഇച്ഛിക്കുക എന്ന് പ്രവർത്തിക്കുക എന്ന് നിങ്ങൾ ദൈവമല്ലോ തിരുവുളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ആര് പ്രവർത്തിക്കണം? യേശു കർത്താവാണെങ്കിൽ ദൈവാത്മാവ് എന്ത് ചെയ്യണം? ഇവിടെ പറയുന്നു, ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും നിങ്ങൾ ദൈവമല്ലോ തിരുവുളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ആര് പ്രവർത്തിച്ചോളും? നിന്നു കൊടുക്കാൻ റെഡിയാണോ? ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കാൻ റെഡിയാണോ? ആൾക്കാർ പറയട്ടെന്ന് ഇവൻ വിശ്വസ്തനല്ലെന്ന് പറഞ്ഞോട്ടെന്ന്. നിങ്ങളെക്കുറിച്ച് എല്ലാവരും പറയുന്നത്. യോസേപ്പിനെ കുറിച്ച് ആരെല്ലാം പറഞ്ഞു? വീട്ടിൽ നിന്നാണ് പണി തുടങ്ങിയത് അല്ലേ? പിന്നല്ലേ പൊത്തിപ്പേറിൻ്റെ വീട്. ആദ്യം വീട്ടിൽ നിന്നാണ് പണി കിട്ടിയത്. അപ്പോൾ കിട്ടുന്നവരൊക്കെ അങ്ങ് മേടിച്ചു, കുഴപ്പമൊന്നുമില്ല, ദൈവം കരുതിക്കോളൂ എന്ന്. ദൈവം അവൻ നിനക്കെതിരായി എന്തു വന്നാലും വിളി എൻ്റെ മേൽ ഉണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ നിന്നെ ഉയർത്തിയിരിക്കും. ആമീൻ. ഇന്ന് പകൽ എഴുതിയെടുത്തു. ആമീൻ. നിന്നെ എവിടെല്ലാം തകർത്തു കളയുമെന്ന് പറയാം. ഇച്ഛിക്കുക എന്ന് പ്രവർത്തിക്കുക എന്ന് പറയും. നിങ്ങൾ ദൈവമല്ലോ തിരുവുളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആരെന്റെ മേൽ പ്രവർത്തിക്കും? പൊട്ടക്കിണറ്റി കളഞ്ഞാലും ദൈവം അവിടെ പ്രവർത്തിക്കും. പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ വന്നാലും ദൈവം പ്രവർത്തിക്കും. കാരാഗ്രഹത്തിൽ കൊണ്ടാലും ദൈവം പ്രവർത്തിക്കും. രാജകൊട്ടാരത്തിൽ കൊണ്ടുപോകുമ്പോഴും ദൈവം പ്രവർത്തിക്കും. അതുകൊണ്ടല്ലേ ദർശനത്തെ വെളിപ്പെടുത്തി കൊടുത്തു. യോസഫിന്റെ ജോസഫ് കണ്ട സ്വപ്നത്തെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തത് ദൈവമാ. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടതിനെ വെളിപ്പെടുത്തി തന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമാണ്. അനുഗ്രഹിക്കപ്പെട്ടവൻ ആദ്യത്തെ പണി കൊടുത്തേ ആണേ. ആ വീടിന്റെ സ്ഥിതി മാറ്റിയത് യോസഫിന്റെ പ്രാർത്ഥനയാണ്. ദൈവം യോസഫിന്റെ കൂടെ ഇരുന്നുകൊണ്ടാ അവരെ പിടിച്ച് വിട്ടു. കാരണം ഇതൊക്കെ നിങ്ങളും പ്രതീക്ഷിച്ചു, ഇതൊക്കെ ജീവിതത്തിൽ വരാം. പക്ഷേ ദൈവം ഒരു കണ്ടിട്ടുണ്ട് നിന്നെ. ഒരു നാളിൽ നിന്നെ അടച്ച വാതിൽ സ്വർഗം തുറക്കും. നിന്നെ അടച്ചു വെച്ചെടുത്തും സ്വർഗത്തിലെ ദൈവം തുറക്കും. നിനക്ക് വേണ്ടി ചില വഴികളെ തുറക്കും. ഇന്ന് പകൽ പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ നിൽക്കാനല്ല സ്വർഗം നിന്നെ വിളിച്ചത്. എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ചില ഇടുക്കത്തിൽ നിൽക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നിനക്കൊരു വിശാലമായ വാതിൽ തുറക്കുവാനാ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക? ഇന്ന് പറയുന്നവർ പറയട്ടെന്നേ, നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെന്നേ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. അതിന്റെ മധ്യത്തിൽ ഉയർത്തി മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എത്ര പേര് വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? അവന്റെ ആത്മാവിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, അവന്റെ ആത്മാവിനെ നടത്തിപ്പുണ്ടെങ്കിൽ, അവന്റെ ആത്മാവിന്റെ കൃപയുണ്ടെങ്കിൽ നിന്റെ വഴികളെ ദൈവം തമ്മിൽ തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ. മനുഷ്യന്റെ വായേക്കാൾ വലുത് ദൈവം നിന്നെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ വിളിച്ച് ഒരു ദൈവം പറയുക, നീ ലജ്ജിച്ചു പോകത്തില്ല. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അതുകൊണ്ട് അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആത്മാവിനെ കുറിച്ച് പറഞ്ഞത്. ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയണം, ദൈവം ചില അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ കൊണ്ടുവന്ന വചനപ്രകാരം ഞാൻ പറയുക, യേശുവിനെ കർത്താവ് എന്ന് പറയുക എന്നുള്ളതല്ല, ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ സ്വർഗം ഇറങ്ങണം. പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവാത്മാവ് നിന്റെ കൂടെ സംസാരിക്കണം. പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവാത്മാവ് സംസാരിക്കണം. ആ ലെവലിലേക്ക് നിങ്ങൾ മാറണം. പ്രാർത്ഥന ജൽപ്പനമായി പോകരുത്. ഇന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് വരെ ഒരു വിഷയത്തിന്റെ മുകളിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു വിഷയമൊന്നും പറഞ്ഞ് ഞാൻ ഇരിക്കാറില്ല. എനിക്ക് കപ്പൽ വേണം, കാർ വേണം, ലോറി വേണം, ഇതൊന്നും എൻ്റെ സബ്ജക്റ്റ് അല്ല. ഞാൻ ഇതിനൊന്നും പ്രാർത്ഥിച്ചിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല, ചോദിക്കത്തുമില്ല. ദൈവസന്നിധി മുഴങ്കാലം അടക്കിയിട്ട് പറഞ്ഞു, അപ്പം അതിൻ്റെ സാന്നിധ്യം ഒന്ന് കാണാൻ. ചുമ്മാ ഇരുന്ന് കഥ പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഒന്ന് വരുവാൻ, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എനിക്കൊന്ന് അനുഭവിപ്പാൻ, നിന്റെ മുഖം ഒന്ന് കാണുവാൻ, കർത്താവേ, നിന്റെ സ്നേഹം ഒന്ന് അറിയുവാൻ. എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഒരു വിഷയങ്ങളല്ല എൻ്റെ മുകളിൽ. കർത്താവ് നിന്റെ അരികിൽ വരും.
കർത്താവ് അരികിൽ വന്ന നമ്മുടെ ഹൃദയം നിൽക്കത്തില്ല, നമ്മൾ പൊട്ടിക്കരയാൻ തുടങ്ങും. ചേർത്ത് പിടിക്കുന്ന ഒരു യേശുവുണ്ട്. എന്ന് ഞാൻ പറയാം, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശുവുണ്ട്. ആരും ദൈവം നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. അത് രാത്രി എത്ര യാമങ്ങൾ പോയാലും ദൈവം നിന്നോട് സംസാരിക്കും. ഇന്ന് പകൽക്കാലം പറഞ്ഞാൽ യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുക മാത്രമല്ല, ഹല്ലേലൂയ, വിശ്വസിക്കുക മാത്രമല്ല, വായി കൊണ്ട് ഏറ്റു പറഞ്ഞ് അവനെ പൂർണ്ണമായും വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കും. ദൈവ മഹത്വത്തിലേക്ക് നമ്മൾ കടക്കണം. ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ കടക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമ്മൾ കടക്കണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒന്ന് നമ്മൾ എല്ലാറ്റിൻ്റെ മുഖ്യം, ഞാൻ എപ്പോഴും പറയുന്നത്, എന്തിൻ്റെ മുന്നിൽ നിങ്ങൾ യേശുവിനെ കൊണ്ട് നോക്കി. നിങ്ങളുടെ കിട്ടുന്ന സമയം ദൈവസന്നിധി, വെള്ളിയാഴ്ച പ്രാർത്ഥന ഒന്ന് പോയിരുന്ന് പ്രാർത്ഥിക്കുക ഒരുമിച്ച്. ശനിയാഴ്ച ദൈവസന്നിധിയിൽ ഒന്നിരുന്ന് പ്രാർത്ഥിക്കുക.